നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. തന്റെ വാദരോഗ വിമുക്തിക്കായി ഗുരുവായൂരപ്പനു മുന്നിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പ്രാർത്ഥനാരൂപത്തിൽ എഴുതി സമർപ്പിച്ച നാരായണീയ പാരായണത്താൽ ഭക്തിസാന്ദ്രമായി മുതുവറ മഹാവിഷ്ണു ക്ഷേത്രം. വൃശ്ചികം 28 നാരായണീയ ദിനത്തിൽ 1034 ശ്ലോകങ്ങളുള്ള നാരായണീയം പ്രഭാതം മുതൽ പ്രദോഷം വരെ പാരായണം ചെയ്താണ് ദിനാചരണം കൊണ്ടാടിയത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാവർണ്ണനേന സ്പീതം ലീലാവതാരൈരിദമിഹ കരുത മായുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം. അങ്ങാടിപ്പുറം മുതുവറ മഹാവിഷ്ണു ക്ഷേത്രം നാരായണീയ പാരായണത്താൽ ഭക്തിസാന്ദ്രമായി. നാരായണീയ ദിനത്തോടനുബന്ധിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ നടന്ന നാരായണീയ പാരായണത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് ഭാഗഭാക്കായത്. ഉഷാ തിരുനാരായണപുരത്തിന്റെ നേതൃത്വത്തിൽ എരവിമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രം മാതൃസമിതിയും മുതുവറ ക്ഷേത്രത്തിലെ മാതൃസമിതിയും ചേർന്നാണ് 1034 ശ്ലോകങ്ങളുള്ള നാരായണീയം പാരായണം ചെയ്തത്. നമ്മുടെ എല്ലാ വർഷവും ആ സമ്പൂർണ്ണ നാരായണീയ പാരായണം പതിവുണ്ട്. ഇന്നത്തെ പ്രത്യേകത, ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് ഈ നാരായണീയം സമർപ്പിക്കുന്നതിന് വേണ്ടി, വായിച്ച് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമിതിയെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അല്ലാത്ത സമയങ്ങളിലെല്ലാം തന്നെ ഇവിടുത്തെ സമിതി മാത്രമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പ്രാർത്ഥനയുടെ രൂപത്തിൽ എഴുതി ഗുരുവായൂരപ്പന് സമർപ്പിച്ചതാണ് നാരായണീയം. തന്റെ വാദരോഗം മാറുന്നതിനായി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂർ നടയിലെത്തി ഒരു തൂണിന് താഴെയിരുന്ന് നാരായണീയം എഴുതി സമർപ്പിച്ചുവെന്നാണ് ഐതിഹ്യം. അദ്ദേഹം 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ കൃതി ഓരോ ദിവസവും ഓരോ ദശകം വെച്ച് ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയായിരുന്നു. 100ാം ദിവസം വാദരോഗം പൂർണ്ണമായും സുഖപ്പെട്ടു എന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണന്റെ ജീവിതമാണ് നാരായണീയം വിവരിക്കുന്നത്. 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതത്തിന്റെ സംക്ഷിപ്ത രൂപമായാണ് നാരായണീയത്തെ കണക്കാക്കുന്നത്. ഇത് സമർപ്പിച്ചത് 760 മലയാള മാസം 762 വൃശ്ചിക മാസം 28-ാം തീയതി ഡിസംബർ 14-ാം തീയതി ഞായറാഴ്ച ചോതി നക്ഷത്രത്തിൽ കൃഷ്ണപക്ഷത്തിൽ ദ്വാദശി നാളാണ് ഗുരുവായൂർ സമർപ്പിച്ചത്. ഇത് ആയുരസിനും ആരോഗ്യത്തിനും നമ്മളെ സൂക്കടുകൾ മാറിക്കിട്ടാനും ഏറ്റവും നല്ല ഒരു ഔഷധമാണ് നാരായണീയം. മുതുവറ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നാരായണീയ ദിനം പ്രൗഢമായി കൊണ്ടാടാറുണ്ട്. ഇത്തവണ വഴിപാട് രൂപത്തിൽ എരവിമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മാതൃസമിതി നാരായണീയ പാരായണം സമർപ്പിക്കുകയായിരുന്നു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ. ആഘോഷങ്ങളുടെ ഭാഗമായി കൈനിറിയ ആനുകൂല്യങ്ങൾ. ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി 4% മാത്രം. ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. ഈ ഓഫർ ഡിസംബർ 26 വരെ മാത്രം. ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.